ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ തോന്നിയത് മലയാള സിനിമ നല്ലതാണ്, പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ജസ്റ്റിസ് ഹേമയെ കോട്ട് ചെയ്ത് തന്നെ പറയാം. ഞാനൊരു കാവിയേറ്റ് എടുത്താണ് സംസാരിക്കുന്നത്. ഈ ദുരനുഭവങ്ങൾ യൂണിവേഴ്സൽ അല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും സംഭവിച്ചിട്ടില്ല. എന്നാൽ ചില ആൾക്കാർക്ക് അത് പറ്റിയിട്ടുണ്ട്. ഇത് രാഹുൽ ഈശ്വറിന്റെ അല്ല, ജസ്റ്റിസ് ഹേമയുടെ വാക്കുകളാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. മാധുവിന്റെ ആവേശം എനിക്ക് ഇഷ്ടമാണ്, വളരെ ബഹുമാനമുണ്ട്. പക്ഷേ ഭാഗ്യലക്ഷ്മി മാഡം എടുത്തതുപോലെയുള്ള പക്വമായ ബാലൻസ്ഡ് സമീപനം എടുത്ത് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ കാര്യങ്ങളുടെ എല്ലാം പേരിൽ കേസ് എടുത്താൽ അതിനൊരു അവസാനം ഉണ്ടാകില്ല. നമുക്കൊരു പരാതി പ്രളയമല്ല വേണ്ടത്, പരിഹാര മാർഗങ്ങളാണ്. ശ്രീ രാഹുൽ ഈശ്വർ, നല്ലതാണ്. അതായത് ഇതിൽ ഈ പറയുന്ന 10-2 എന്ന ഒരു ന്യായീകരണത്തിലേക്ക് വരുന്നത് ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാദത്തിൽ ഉറച്ചു നിൽക്കാൻ നല്ലതാണ്. പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, ഞങ്ങൾ എത്തുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്, മലയാള സിനിമയിൽ ഏറ്റവും സാധാരണമായ 2 വാക്കുകൾ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസുമാണ്. മലയാള സിനിമയിലെ അഭിനേത്രിമാർ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഏറ്റവും സാധാരണമായത് എന്നാണ്. ഏറ്റവും സാധാരണമായ 2 വാക്കുകൾ 2% ഒതുങ്ങുന്നതല്ല രാഹുൽ ഈശ്വർ. അത് വളരെ വേദനാജനകവും വിഷമിപ്പിക്കുന്നതും നമ്മളെ എല്ലാം പുനർചിന്തിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് ഇതിൽ പ്രശ്നമില്ല എന്ന് ആരും പറയുന്നില്ല. ബാക്കിയുള്ള ഇൻഡസ്ട്രികൾ എടുത്തു നോക്കിയാൽ, തമിഴും ഹിന്ദിയും ഒക്കെ എടുത്തു നോക്കിയാൽ അവരെക്കാളൊക്കെ വളരെ വെൽ പ്ലേസ്ഡ് ആണ് നമ്മൾ. നമുക്ക് സംഘടനകളുണ്ട്, കാര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്നാൽ പ്രശ്നങ്ങളുമുണ്ട്. ഒരു കാര്യം കൂടെ ഓർക്കണം, കേരളം പോലൊരു സമൂഹം ആയതുകൊണ്ടാണ് ഇതേപോലൊരു റിപ്പോർട്ട് പോലും കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടായത്. നമ്മുടെ കേരള സമൂഹം ആയതുകൊണ്ടാണ് ഇതേപോലൊരു വെൽ ബാലൻസ്ഡ് റിപ്പോർട്ട് കൊണ്ടുവന്നു. സിനിമാ നയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നിലപാടിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതും അറിയാവുന്നതുപോലെ ഞാനൊരു വലതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷ സർക്കാരിനോട് ഒരു മമതയില്ല. ഞാനും റജി സാർ വടിയാണ് പലപ്പോഴും. പക്ഷേ ഈ വിഷയത്തിൽ ഇടത് ഗവൺമെന്റ് അവധാനതയോടുകൂടി പെരുമാറി. സജി ചെറിയാൻ സാർ അടക്കം പ്രാക്ടിക്കലി ഈ വിഷയത്തിൽ പെരുമാറിയെന്ന കാര്യം കാണാതിരിക്കാൻ കഴിയില്ല. ഇനി ഒരു കോൺക്ലേവ് ഉണ്ടാകണം, നമുക്കൊരു സിനിമാ നയം ഉണ്ടാകണം, നയത്തിന് മേൽ നിലപാടും നടപടികളും ഉണ്ടാകണം. അതിനെ സോളിഡിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ, ശക്തി പകരാൻ നിയമനിർമ്മാണം വേണം. അങ്ങനെ ഒരു പോസിറ്റീവ് മുന്നോട്ട് പോക്കല്ലേ വേണ്ടത്. 10,000-കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തിൽ, ഇവരുടെ ഉപജീവനത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഇവർക്ക് പോസിറ്റീവും കൺസ്ട്രക്റ്റീവുമായിട്ടുള്ള ഫീഡ്ബാക്കും ഫീഡ് ഫോർവേഡും അല്ലേ വേണ്ടത്. പോസ്റ്റ്മോർട്ടം ചെയ്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആരെയെങ്കിലും കരിവാരി തേച്ച് ഉന്നതരുണ്ട്, വിഗ്രഹങ്ങൾ ഉടയും എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ സെൻസേഷണലിസം അല്ല നമുക്ക് വേണ്ടത്. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ആണ്. പ്രായോഗികമായ സ്റ്റെപ്പുകൾ എന്തൊക്കെ നമുക്ക് എടുക്കാം. പരാതി പരിഹാരം ആർക്ക് പ്രായോഗികമായത് എന്നൊരു ചോദ്യമാണ് രാഹുൽ ഈശ്വർ. ആർക്ക് പ്രായോഗികമായി അങ്ങ് പറയുന്നു. ഇപ്പൊ ബോളിവുഡ് നോക്കുകയാണെങ്കിൽ, ടോളിവുഡ് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ എന്തോ വലിയ പൊന്തൂവലുണ്ട് എന്ന്. എന്ത് ശാസ്ത്രീയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? ആകെയുള്ളൊരു ശാസ്ത്രീയ റിപ്പോർട്ട് എന്ന് പറയുന്നത് സയന്റിഫിക് ആണ് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെ പറയുന്നത് ഈ റിപ്പോർട്ടാണ്. ഇതിലാണ് എഴുതി വെച്ചിരിക്കുന്നത് കോംപ്രമൈസും അതുപോലെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ തൊഴിലിടങ്ങളിലും അല്ലല്ല, അഡ്ജസ്റ്റ്മെന്റും ഒക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളെ നിശ്ചയിക്കുന്നത് എന്നുള്ളത്. ഓഫർ ലെറ്ററിനൊപ്പം പറയുന്നത് സെക്സ് ഓൺ ഡിമാൻഡ് എന്നാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇതിന്റെ ഇൻട്രോ പോലും പറഞ്ഞിരിക്കുന്നത്. ഓഫറിനൊപ്പം നിങ്ങൾ ദാ ഈ സിനിമയിലേക്ക് വരൂ, ഈ സിനിമയിലേക്ക് വരുന്നതിനൊപ്പം നിങ്ങൾ ഈ പറയുന്ന സെക്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന കാര്യത്തിന് കൂടി വശംവദയാകും എന്ന് പറയുന്നത് ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു സമയത്തോ എന്നുള്ളത് അല്ല ശ്രീ രാഹുൽ ഈശ്വർ. സ്ത്രീകൾ ഇരയാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ, സംവിധായകൻ, വേണമെങ്കിൽ ആക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, ഇങ്ങനെ ഏത് സമയത്തും കോൾ ഷീറ്റിൽ അപ്പാടെ ഇതിലും ഭേദം പച്ചയ്ക്ക് മാംസ കച്ചവടം നടത്തുന്നതായിരിക്കും. അങ്ങനല്ല മധു, അങ്ങനെയല്ല. ദയവായി മധുവിന്റെ വികാരം കറക്റ്റാണ്. പക്ഷെ ഓർക്കുക, ഒരുപാട് സക്സസ്ഫുൾ ആയ നടിമാർ അവരുടെ കല കൊണ്ട് സക്സസ്ഫുൾ ആയവരാണ്, അവരുടെ പ്രതിഭ കൊണ്ട് സക്സസ്ഫുൾ ആയവരാണ്. നമ്മൾ ഈ രീതിയിൽ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി വിജയിച്ച നടികളെ കുറിച്ച് പോലും ചില ആൾക്കാർക്കെങ്കിലും തെറ്റിദ്ധാരണ. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാഹുൽ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വികാരം കറക്റ്റാണ്. പൊതുസമൂഹം അതിനെ ഉണരണം. എന്നാൽ നമുക്ക് ഭാവിയാണ് പ്രധാനം, പരിഹാരമാണ് പ്രധാനം. ഈ ഓൾറെഡി ഉള്ള റിപ്പോർട്ടിലെ കോൺട്രവേഴ്സികളല്ല. ഇനി എന്താണ് സൊല്യൂഷൻ, എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എടുക്കാൻ കഴിയുക? ഇതിന് ആർജവമുള്ള ഒരു നിയമം വേണ്ടേ? പല്ലുള്ള ഒരു നിയമം വേണ്ടേ? ഒരു പേടി വേണ്ടേ? നിങ്ങൾ മാധ്യമങ്ങളിൽ എടുക്കുന്നത് വളരെ പോസിറ്റീവാണ്. കാര്യം പ്രെഡേറ്റേഴ്സിന്, ചൂഷകർക്ക്, എക്സ്പ്ലോയിറ്റേഴ്സിന് ഒരു പേടി ഉണ്ടാവും. നാളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മീഡിയ എന്നെ എക്സ്പോസ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ ബ്രാൻഡ് വാല്യൂ ഇടിയുമെന്ന പേടി ഉണ്ടാവും. ആ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ കൺസ്ട്രക്റ്റീവായി കൊണ്ടുപോകണം. നമ്മുടെ സിനിമാ ലോകം നല്ലതാണ്, പക്ഷേ ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ, എല്ലാ മേഖലയിലും അഴുക്ക് വരുന്നത് പോലെ ഈ മേഖലയിലും അഴുക്ക് വന്നിട്ടുണ്ട്, തുരുമ്പിച്ചിട്ടുണ്ട്. ആ തുരുമ്പ് മാറ്റിയാൽ മതി. ഇരുമ്പിനെ ഇല്ലാതാക്കണ്ട, ഇരുമ്പ് കളയണ്ട, പക്ഷെ തുരുമ്പ് മാറ്റുന്ന ഒരു സമീപനം നമ്മൾ എടുക്കണം.